ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അട ഉണ്ടാക്കാമേ. സാധാരണ നമ്മൾ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ റവയോ ഒക്കെ ഇട്ടാണ് അട ഉണ്ടാക്കാറ് പതിവ്. എന്നാൽ ഇന്ന് നമ്മൾ റാഗിയാണ് യൂസ് ചെയ്യുന്നത്. റാഗിയുടെ കൂട്ടത്തിൽ നമ്മൾ ചക്കപ്പഴവും കൂടി ചേർക്കുന്നുണ്ടേ. നമുക്കതിലേക്ക് കിടക്കാം. നമ്മൾ ഈ റാഗി ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകവും ഒരു 3 ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചിട്ട് വരാം. നമ്മൾ റാഗി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതിന് നമ്മൾ ഈ ചക്കപ്പഴം ഒന്ന് ചെറിയ പീസാക്കി ജാറിലോട്ട് ഇട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ചക്കപ്പഴത്തിന് നല്ല മധുരമാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വരാം. നമ്മൾ ചക്കപ്പഴം നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ശർക്കര പാനിയാക്കാൻ പോവുകയാണ്. ശർക്കര പാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ ഈ റാഗിയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം റാഗിപ്പൊടി ഇടാം. ഇനി അതിലേക്ക് തേങ്ങ ഇടാം. ഇതായിട്ട് നമ്മൾ അരച്ച ചക്ക ഇടാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു തരി ഉപ്പ്. ഇനി നമ്മളൊന്ന് നന്നായിട്ട് കുഴയ്ക്കണം. നല്ലതുപോലെ ഇളക്കി ലൂസാക്കി എടുക്കണം. അഥവാ വെള്ളം പോരെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം തളിച്ചു കൊടുത്താലും മതി. ഇപ്പം നമ്മുടെ മാവ് പാകത്തിന് നനവായിട്ടുണ്ട്, കണ്ടോ. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇലയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരാം. നമ്മളിത് ഇല കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എടന ഇല എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. ചിലർ വഴന ഇല എന്ന് പറയും. ഞങ്ങളിവിടെ എടന ഇല എന്നാണ് പറയുന്നത്. ഇതിലാണ് നമ്മളിന്ന് അടയുണ്ടാക്കുന്നത്. നമുക്ക് ഇലക്കകത്തോട്ട് മാവ് നിറയ്ക്കാമേ. ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പരത്തി അങ്ങ് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഞെടുപ്പെടുത്തത് ഇങ്ങോട്ടൊന്ന് കയറ്റി വെച്ചാൽ മതി. കണ്ടോ, അതിങ്ങനെയാവും. ഇലകൾ ഇച്ചിരി വലിയ ഇലയാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഇതിൻ്റെ അകത്ത് കൊള്ളും. നമുക്കിനി സ്റ്റൗ കത്തിച്ച് അപ്പച്ചെമ്പ് അടുപ്പിലേക്ക് വയ്ക്കാം. വെള്ളം തിളയ്ക്കട്ടെ.
അപ്പച്ചമ്പ് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് എടുത്ത് വയ്ക്കാം. ഇതെല്ലാം ഇങ്ങനെ ഇത്തിരി ആവി കയറുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ആവി കയറാൻ പാകത്തിനാക്കി വയ്ക്കാം, ഇടയുള്ളതനുസരിച്ച്. നമ്മളിതെല്ലാം അടുക്കി ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് ഇത് അടപ്പ് മൂടാം. ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ അട അടുപ്പത്ത് വെച്ചിട്ട്. നമുക്കിനി അതൊന്ന് തുറന്ന് നോക്കാം. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുവാണേ. അട വെന്തിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലോട്ടൊന്ന് എടുത്ത് നോക്കാം. അങ്ങനെ നമ്മുടെ റാഗിയും ചക്കപ്പഴവും ചേർത്തുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇലയൊന്ന് മാറ്റാം. അടയുടെ ഇലയൊക്കെ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ചക്കപ്പഴം ചേർത്ത റാഗിയുടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കണം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഷുഗറുള്ളവർക്ക് പോലും ഇത് കഴിക്കാൻ പറ്റും. വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.